ഹായ് മക്കളെ, എല്ലാവർക്കും റാത്തന്നല്ലേ? വല്ലാത്ത ചൂട്, നോമ്പിൻ്റെ ക്ഷീണം, ആകെപ്പാടെ ബുദ്ധിമുട്ട് തന്നെ. നോമ്പ് നോക്കിയ മക്കൾക്ക് നോമ്പ് എത്തിക്കണമെങ്കിൽ അത്ര പണിപ്പെടണം. ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കലുണ്ട് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും നല്ലതും തണുത്ത കുടിച്ചിടാന്ന്. അപ്പം അങ്ങനത്തെ ആൾക്ക് ഒരു നല്ല റെസിപ്പി ഞാൻ ഇന്ന് കൊടുക്കുന്നത്. അതിനും വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ മാങ്ങാൻ്റെ ഫ്ലേവറുള്ള ഫലൂദ മിക്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലിലേക്ക് 200 ഗ്രാമിൻ്റെ ഈ ഫലൂദ മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. ഞാനിവിടെ തന്നെ നിന്നിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഉണ്ട്. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ശ്രദ്ധ വിട്ടെങ്കിൽ അപ്പം പാല് തളിച്ചിട്ട് മറിഞ്ഞോ. അതുകൊണ്ട് തന്നെ കൈയെടുക്കാണ്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഒന്ന് തിളച്ചിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഒരു മൂടി കൊണ്ട് മൂടിയിട്ട് ചെറിയ തീയിൽ 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ ഇത് വേവിച്ചിട്ടെടുത്തതാണ്. ഇപ്പോൾ നല്ല പോലെ ഇത് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഈ സേമിയയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞെങ്കിൽ മക്കളെ നമുക്ക് തീയെല്ലാം ഓഫാക്കിയിട്ട് നല്ല പോലെ ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്ത പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പങ്ക് തണുപ്പിച്ചിട്ട് എടുക്കണതാ. ഞാൻ നല്ല പോലെ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അറേഞ്ച് ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് അണ്ടിപ്പരിപ്പ്, അതേ കൊട്ട, അതും കുറച്ച് പിസ്താവും ബദാമും ഞാൻ ചെറിയ കണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അനാറ്, കുറച്ച് ആപ്പിളും ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് എടുത്തിന്. പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസിന് പകരം റൂഅഫ്സായ റോസ് സിറപ്പ് എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ജെല്ലി ക്രിസ്റ്റൽ, ഇത് പാക്കറ്റ് തന്നെ മേങ്ങാൻ കിട്ടും. പാക്കറ്റിൻ്റെ പുറത്തുണ്ടാവും. അതേപോലെ നോക്കിയിട്ട് ആക്കിയാൽ മതി. ഇനി ജെല്ലി ക്രിസ്റ്റൽ മേങ്ങുന്നില്ലെങ്കിൽ കുറച്ച് ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു എസൻസ് അതും ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ നല്ലപോലെ ഇതേപോലെ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ 2 ഫ്ലേവറിൻ്റെ ജെല്ലി ക്രിസ്റ്റൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭംഗിക്ക്, അല്ലാതെ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാനില്ല. ടേസ്റ്റും ഉണ്ടാവും, എന്നാൽ ഇല്ലെങ്കിൽ നമുക്കിതെല്ലാം ഉണ്ടാക്കാം. ഉണ്ടാകുമ്പോൾ നല്ല കാണാൻ പാങ്ങ് അത്ര തന്നെ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് റോസ് സിറപ്പ് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് മാത്രം, വേണമെന്നില്ല. അതിലേക്ക് എടുത്ത് വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിന്. ഓറഞ്ചിൻ്റെ ജ്യൂസ് കൈയോട് പീഞ്ഞിട്ട് എടുക്കണം. മധുരമെല്ലാം ഇടണം, നല്ല പോലെ പഞ്ചാര ഇടണം. എന്നിട്ടായിട്ട് അതിലേക്ക് കുറച്ച് കസും അതേപോലെ ജെല്ലി ക്രിസ്റ്റലെല്ലാം ഇട്ട് കൊടുത്തതിന് പിന്നെ അതിൻ്റെ മീത്തൊക്കെ ഈ തണുപ്പിച്ച ഫലൂദാൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെയാണെന്നില്ല. അപ്പോൾ അതെല്ലാം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത്. ആപ്പിളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആപ്പിളെല്ലാം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വേണ്ടതിടാം. നിങ്ങളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ട് ആ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് നട്ട്സ് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തെങ്കിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ അത് നിങ്ങളെല്ലാവരുടെ പോലെ ഉണ്ടാവും. അപ്പോൾ കൊട്ടയ, മുന്തിരിങ്ങായ, അതേപോലെ ബദാമെല്ലാം എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് നല്ല പാങ്ങ് ഇട്ട് കൊടുത്തെങ്കിൽ നല്ല പാങ്ങ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ കസ് ഇങ്ങനെ കുതിരാൻ വെച്ചിട്ടുണ്ടായ തണുപ്പിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ കസ് കുതിരാൻ വെക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുത്തിന്. നമുക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ ചപ്പയാകുമ്പോൾ അത്രയിൽ പാങ്ങില്ലല്ലോ. അപ്പം പഞ്ചാരയെല്ലാം ഇട്ട് കൊടുത്തിട്ട് തണുക്കാൻ വെച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ മീത്തൊക്കെ ഞാൻ ആദ്യമേ കുറച്ച് ക്രിസ്റ്റൽ ഇട്ട് കൊടുത്ത് ആദ്യമേ ഫലൂദാൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കണം ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ആദ്യമേ കുറച്ച് അനാർ ഇട്ട് കൊടുത്ത് വീണ്ടും ചുവന്ന കളർ ജെല്ലി ഇട്ട് കൊടുത്ത് ഇതിങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി ഇട്ട് കൊടുത്ത്. ഈ ഫലൂദ നല്ല ചൂടുള്ള സമയത്ത് കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. പ്രത്യേകിച്ച് നോമ്പെല്ലാം തുറന്നിട്ട് വെന്തിട്ടുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് കുടിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ, പറഞ്ഞൊന്നും തീരല്ല മക്കളെ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഐസ്ക്രീം ഞാനിപ്പോൾ മീത്ത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവിലും ഇട്ട് കൊടുക്കുക. കുറച്ചധികം 2-3 സ്കൂപ്പാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. ഇപ്പോൾ സ്കൂപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ ഇതിൻ്റെ മീത്തേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേഷൻ ആക്കാം. അല്ല ഇതേപോലെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഇപ്പം ഞാൻ വീഡിയോയിൽ എടുക്കുന്നതല്ല, ഒരു പാങ്ങിരിക്കട്ടിട്ട് കുറച്ച് കസ്റ്റേർഡും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും എല്ലാം മുകളിലേക്ക് ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, അപ്പോൾ അതും ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത്. ഇതെല്ലാം ആകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ. ഇത് കാണുമ്പോൾ എന്ത് തിന്നാത്ത മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരും ഇതെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട്. ചില മക്കളുണ്ട് നോമ്പ് നോക്കിയിട്ട് തുറന്നാൽ പിന്നെ എന്ത് കുടിക്കല, ഓർക്ക് കുടിക്കാൻ കഴിയുന്നില്ല. അപ്പം ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ മക്കൾ തീർച്ചയായിട്ടും കുടിക്കാണ്ടിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് നിങ്ങൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുത്തു നോക്കണം.
അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സും കിട്ടി, സേമിക കിട്ടി, പാല് കിട്ടി, കസ്കസും കസ്റ്റേർഡും നട്ട്സും എല്ലാം കിട്ടി. ഇനിയിപ്പോൾ ഒരു ലാഗ് അപ്പോൾ ഒന്നും തിന്നില്ല, അത് സാരമില്ല മക്കളെ, ഇതന്നെ ധാരാളം മതി. അപ്പം നിങ്ങൾ എന്താക്കണം, എല്ലാവരും ഇതൊന്ന് നോക്ക്, ഉണ്ടാക്കിയിട്ട് നോക്കിയതിന് ശേഷം നിങ്ങളെ കമൻറ്റ് എനിക്ക് അറിയിക്കുക. ഇത് പാങ്ങുണ്ടാ, മക്കൾക്ക് ഇഷ്ടപ്പെട്ടിനാ. ഇനി മക്കൾക്ക് തന്നെയല്ല നിങ്ങൾക്കും ഉണ്ടാക്കി കുടിക്കുക. ഇപ്പോൾ ഈ വയസ്സായ പോലെ നമ്മളെ തടീൻ്റെ ആരോഗ്യമെല്ലാം പോകുന്നതല്ലേ. അപ്പം ഞമ്മക്കും ഇത് നല്ല പാങ്ങ് കുടിക്കാൻ. ഇപ്പോൾ എനിക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഇത് കുടിക്കാൻ, എൻ്റെ മക്കൾക്കും ഇൻട്രസ്റ്റ് തന്നെ. അപ്പം ഞാനിപ്പോൾ 2-3 ഫ്ലേവറിൽ ഇങ്ങനെ ആക്കിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ.